ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫേസ് ഷീറ്റ് മാസ്കിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് പറഞ്ഞ് അധികം സമയം കളയുന്നില്ല. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഇതാണ് എൻ്റെ ആദ്യത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മാസ്ക്. ലോറിയൽ പാരീസിൻ്റെ ഹൈലൂറിക് ആസിഡ് റീപ്ലംബിംഗ് സെറം മാസ്ക് ആണിത്. ഈ മാസ്ക് നല്ലൊരു ഫേസ് മാസ്ക് ആണ്. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം അതായത് 10 to 15 മിനിറ്റ്സ് ആണ് ഇവർ പറയുന്ന സമയം. എപ്പോഴും നമ്മൾ ഫേസ് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ ഇതിൽ ബാക്കിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. കാരണം ആ ഒരു ടൈം മാത്രമേ നമ്മളിത് ഫേസിൽ വെക്കാവൂ. അതിന് ശേഷം നമ്മളത് റിമൂവ് ചെയ്തിട്ട് അതിലുണ്ടാകുന്ന കുറേ സെറം ഉണ്ടാവുമല്ലോ, നമ്മുടെ ഫേസിൽ തന്നെ അത് കാണും. അത് വാഷ് ചെയ്ത് കളയണ്ട, അതിങ്ങനെ അബ്സോർബ് ചെയ്യാനുള്ള സമയം കൊടുക്കുക. അപ്പം നമുക്ക് നല്ലതായിട്ട് ഫേസിൽ നല്ലൊരു മോയ്സ്ചർ ഫീൽ ചെയ്യും. അപ്പോൾ ഇത് നല്ലൊരു ഫേസ് ഷീറ്റ് മാസ്ക് ആണ്. ആർക്കെങ്കിലും വാങ്ങി ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് വാങ്ങി ഉപയോഗിക്കാം. അടുത്തത് എൻ്റെ കയ്യിലുള്ളത് സ്കിൻ റിപ്പബ്ലിക്കിൻ്റെ ഹൈലൂറിക് ആസിഡ് പ്ലസ് കൊളാജൻ ഫേസ് ഷീറ്റ് മാസ്ക് ആണ്. ഇത് നിങ്ങൾക്ക് നാട്ടിലുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് ഇവിടെ ഓസ്ട്രേലിയയിൽ കിട്ടുന്ന ഒരു ബ്രാൻഡാണ്. ഞാൻ ഇതിൻ്റെ വൈറ്റമിൻ സി സെറമാണ് ഉപയോഗിക്കുന്നത്. അതായത് സ്കിൻ റിപ്പബ്ലിക്കിൻ്റെ തന്നെ വൈറ്റമിൻ സി സെറമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് എപ്പോഴും ഒരു നല്ലൊരു മാസ്കായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനിത് കുറേ നാളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫേസ് ഷീറ്റ് മാസ്കാണ്. എനിക്കിത് പ്രത്യേകിച്ച് അലർജികളോ ഒന്നും ഇല്ല. അത് ചില സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് സാധനം സ്കിന്നിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഏത് പ്രൊഡക്റ്റിൻ്റെയും ബാക്കിൽ അവർ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും അതിനകത്ത് ഉള്ള ഏതൊക്കെ കണ്ടൻറ്റുകളാണ് അതിനകത്തുള്ളത് എന്നെല്ലാം അവർ പറയാറുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് നമ്മുടെ സ്കിന്നിന് ചേരുന്നതാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. എല്ലാവരുടെ സ്കിന്നും ഒരുപോലെയല്ല. എനിക്കിത് അലർജി ഇല്ലാത്തത് കൊണ്ട് എനിക്കിത് നല്ലൊരു വൃത്തിയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന വേറെ ഒരെണ്ണം ഗാർണിയറിൻ്റെ ഫേസ് ഷീറ്റ് മാസ്കുകളാണ്. ഇത് എനിക്കൊന്ന് നാട്ടിലുണ്ട്. ഗാർണിയറിൻ്റെ പലതരത്തിലുള്ളതുണ്ട്. ഇതൊരു ഐ ഷീറ്റ് മാസ്ക് ആണ്. ഗാർണിയറിൻ്റെ വൈറ്റമിൻ സി ബൂസ്റ്റർ അങ്ങനത്തെ കുറേ ഉണ്ട്. ഇതും നല്ലൊരു മാസ്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മളൊരു ഫേഷ്യൽ ചെയ്യുന്ന ഒരു എഫക്റ്റ് നമ്മുടെ സ്കിന്നിന് തരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല കാണിച്ചു തരാനായിട്ട്, പക്ഷെ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫേസ് ഷീറ്റ് മാസ്ക് ഉണ്ട്. അതൊരു കൊറിയൻ മാസ്ക് ആണ്. അതായത് ഡോക്ടർ ജി സ്കിൻ ഫേസ് ലിഫ്റ്റ് മാസ്ക് ആണത്. അതൊരു കൊറിയൻ മാസ്ക് ആണ്. ആർക്കെങ്കിലും അത് വാങ്ങി ഉപയോഗിക്കണമെങ്കിൽ ഞാൻ അതിൻ്റെ അതിൻ്റെ ഫോട്ടോ ഉണ്ട്, അത് ടാഗ് ചെയ്യാം. പിന്നെ അത് എവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. അതൊരു കൊറിയൻ മാസ്ക് ആയതുകൊണ്ട് ഞാനിവിടെ ഓൺലൈനിലാണത് കണ്ടിട്ടുള്ളത്. ഷോപ്പിലൊന്നും ഇവിടെ കിട്ടാറില്ല. പക്ഷേ ഞാൻ ആ മാസ്കിനെ കുറിച്ച് പറയാൻ കാരണം എൻ്റെ കയ്യിൽ ഇതില്ലെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് പറയണമെന്ന് വിചാരിക്കാൻ കാരണം എല്ലാവർക്കും ഇഷ്ടമാണ് ഗ്ലാസ് സ്കിൻ ഗ്ലോയെ. അപ്പം ഞാൻ ആ മാസ്ക് ഉപയോഗിച്ച് അത്ര വലിയ കൊറിയൻ ഫാനല്ല ഞാൻ. പക്ഷേ എന്നിട്ട് ആ മാസ്ക് കിട്ടിയിട്ട് ഞാനത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം എൻ്റെ സ്കിന്നിന് ഭയങ്കര ഒരു വിസിബിൾ ചേഞ്ച്, അതായത് ഒരു ഗ്ലാസ് സ്കിൻ പോലെ ഭയങ്കര ഒരു ഗ്ലോയും ഭയങ്കരമായിട്ട് ഫേസൊക്കെ നല്ലതായിട്ടൊരു ഹൈഡ്രേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു. ഒരു പ്ലം സ്കിന്നൊക്കെ എന്ന് പറയില്ലേ, അതുപോലെ ഫീൽ ചെയ്തു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അത്രയും ഇട്ട് കഴിഞ്ഞതിന് ശേഷം തന്നെ അത് മാറ്റിയപ്പോൾ തന്നെ അത്രയൊരു റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന്. അപ്പം ഞാൻ അതും കൂടെ സജസ്റ്റ് ചെയ്യണം. അപ്പോൾ ആർക്കെങ്കിലും അത് വാങ്ങി ഉപയോഗിക്കണമെങ്കിൽ ഞാൻ അതിൻ്റെ ഫോട്ടോ എൻ്റെ ഈ വീഡിയോയ്ക്കകത്ത് ടാഗ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് കൊറിയൻ സ്കിൻ പ്രൊഡക്ട്സിൻ്റെ അകത്ത് സൈറ്റുകൾ കയറി നോക്കുക, അത് വാങ്ങി ശരിക്കും നല്ലൊരു മാസ്ക് ആണ് അത്. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മാസ്ക്. പിന്നെ ഒരു മാസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോണി മോളിയുടെ ഒരു കൊറിയൻ മാസ്കും കൂടിയുണ്ട്. അതും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല കാണിച്ചു തരാനായിട്ട്. പക്ഷേ അത് അതിനും കുറേ കൈൻഡ് ഓഫ് അതായത് പോമോഗ്രാനൈറ്റ്, വൈറ്റമിൻ സിയുടേത്, അങ്ങനെ കുറേ പലതരത്തിലുള്ള മാസ്കുകളുണ്ട്. അപ്പോൾ അതും നല്ലൊരു മാസ്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് മാസ്ക്. ആർക്കെങ്കിലും വാങ്ങി ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ കൂടുതൽ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.